ഓണപ്പൂവ് എന്ന് വിശേഷമുള്ള പൂവ് ഏതാണ്? ഉത്തരം കാശിത്തുമ്പ. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം 1961. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, അമ്മായി ഓണം. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം കുഗ്രാമം. മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ. സംഘകാല കൃതികളിൽ ഓണം എന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദ്രവിഴ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത്. ഏത് നാളിലാണത്? മൂലം നാളിൽ. മഹാബലിയുടെ പത്നിയുടെ പേരെന്താണ്? വിന്ധ്യാവലി. വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? അസുരഗുരുവായ ശുക്രാചാര്യർ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചി. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ചോതിനാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് ശരിക്കും പൂക്കളത്തിൽ സ്ഥാനമുള്ളത്. തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? തൃക്കാക്കരയപ്പനാണ് തിരുവോണനാളിൽ അട നിവേദിക്കുന്നത്. ഇനി ഓണത്തെക്കുറിച്ചുള്ള കുറച്ച് ചൊല്ലുകൾ അറിയാവുന്നവരെല്ലാം വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടെ നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹാപ്പി ഓണം.